നമസ്കാരം. പ്രതിമാസമോ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴോ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഇൻകം തരുന്ന സേഫ് ആയിട്ടുള്ള നിക്ഷേപ ഓപ്ഷനുകളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വളരെ സ്റ്റഡി ആയിട്ടുള്ള വിശ്വസനീയമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. അതുകൂടാതെ മികച്ച റിട്ടേൺ നൽകുന്നു. ബോസ്വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് എന്നീ 3 പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ സ്കീംസ്, എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത്, എത്രത്തോളം റിട്ടേൺസ് ആണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്, വളരെ സേഫ് ആയിട്ടുള്ള വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ആണ് ഈ 3 സ്കീമുകൾ. നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് ഈ സ്കീമുകൾ പ്രവർത്തിക്കുന്നത് എന്ന്, അതുമൂലം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ധാരാളം നിക്ഷേപ ഓപ്ഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് ആകട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, SIP ആവട്ടെ, അങ്ങനെ ഒരുപാട് നിക്ഷേപ ഓപ്ഷനുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ധാരാളം സ്കീമുകൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാണോ? കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് കാലാകാലങ്ങളായി ജോലി ചെയ്തുണ്ടാക്കുന്ന നമ്മുടെ സേവിങ്സ് ആവട്ടെ, എന്തോ ആവട്ടെ, അത് വേറൊരു സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ആ പണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഉണ്ടോ? അത്തരത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നിലവിലുണ്ട്. അതായത് കൂടിയ റിട്ടേണിനേക്കാളും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഈ പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ എന്ന് നിസ്സംശയം പറയാം. കാരണം മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവുന്ന സമയത്ത് ധാരാളം റിസ്ക് എലമെന്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. കാരണം മ്യൂച്വൽ ഫണ്ട് ഈ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് നമ്മൾ പലയിടത്തും കാണാറുണ്ട്. അത്തരത്തിലുള്ള മാർക്കറ്റ് റിസ്കുകൾക്ക് നമ്മുടെ പണം കൊടുക്കാൻ താല്പര്യമില്ലാതെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ വേണം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ പോലെയുള്ള സ്കീമുകളെയാണ് പലരും ആശ്രയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത്. യാതൊരു റിസ്ക്കും ഇല്ലാതെ പ്രതിമാസം ഗ്യാരണ്ടീഡ് ആയിട്ട് അക്കൗണ്ടിലേക്ക് പണം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ പോമിസ്. പോമിസിന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.4%. ഇത് എല്ലാ 3 മാസം കൂടുന്തോറും ഒരു വർഷത്തെ ഓരോ ക്വാർട്ടറിലും ഈ ഒരു പലിശ നിരക്ക് റിവൈസ് ചെയ്യപ്പെടും. പോമിസിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തുക നിക്ഷേപിക്കാൻ പറ്റുന്നത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 1000 രൂപയും മാക്സിമം ഇൻവെസ്റ്റ് എമൗണ്ട് അത് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപയുമാണ്. യാതൊരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സേഫ് ആയിട്ടുള്ള റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇത്. 5 വർഷ കാലയളവിലേക്കാണ് നിക്ഷേപിക്കേണ്ടതായിട്ടുള്ളത്. 5 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത്. അതുകൂടാതെ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് അക്കൗണ്ട് ഹോൾഡറിന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും, പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴാണ് തിരികെ കിട്ടുന്നത് എന്ന്. 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എമൗണ്ട് ആണോ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് അടച്ചത്, ആ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു, യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ലാതെ. പക്ഷേ ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡൻസിന് മാത്രമേ, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ. പ്രവാസികൾക്ക് സാധ്യമല്ല. മാത്രമല്ല ടാക്സ് ലാബ് അനുസരിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്നും പ്രതിവർഷം നിങ്ങൾക്ക് 40,000 രൂപയോ അതിന് മുകളിലോ ലഭിക്കുകയാണെങ്കിൽ അത് ടാക്സിന് വിധേയമാണ്. എന്നാൽ സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം, ഇത് സീനിയർ സിറ്റിസൺ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 50,000 രൂപയ്ക്കോ അതിന് മുകളിലോ ഉള്ള എമൗണ്ടിനാണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതിന്റെ പ്രീ മെച്യൂർ വിഡ്രോവലിനെ കുറിച്ച് പരിശോധിക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷമോ അതിന് മുമ്പിലോ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രീ മെച്യൂർ വിഡ്രോവൽ നടത്തുകയാണെങ്കിൽ 2% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 3 വർഷത്തിന് ശേഷം നിങ്ങൾ പ്രീ മെച്യൂർ വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത്, അതായത് 5 വർഷമാണ് ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞു, 3നും 5നും വർഷത്തിനുള്ളിൽ അതിനിടയിൽ നിങ്ങൾ പണം പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്ര എമൗണ്ട് നിക്ഷേപിച്ചാൽ ഇത്ര എമൗണ്ട് ആണ് ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നടത്തി നോക്കാം. 1 ലക്ഷം രൂപയാണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം 617 രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് 3 ലക്ഷം രൂപയാണെങ്കിൽ 1850 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു പ്രതിമാസം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രതിമാസം 3083 രൂപ ക്രെഡിറ്റ് ആവുന്നു. 9 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 5550 രൂപ പ്രതിമാസം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. 15 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 9250 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ജോയിന്റ് അക്കൗണ്ട് ആക്കി 15 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 9250 രൂപ
രൂപ പ്രതിമാസം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. മാത്രമല്ല നിങ്ങൾ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആണ്. കാലയളവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് പൂർണ്ണമായും തിരികെ ലഭിക്കുന്നു. സോ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. രണ്ടാമത്തെ സേഫ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സ്കീം എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ്. ഇത് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള ഒരു സ്കീമാണ്. നിങ്ങൾക്ക് ഹൈ റിട്ടേൺ തരുന്നു. അതുകൂടാതെ എല്ലാ 3 മാസം കൂടുന്തോറും നിങ്ങൾക്ക് ഇൻകം ലഭിക്കുന്നു. ക്വാർട്ടർലി ഇൻകം ആണ് ഇതിനകത്ത് ഉള്ളത്. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള പലിശ നിരക്ക് 8.2% സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ലഭിക്കുന്നത്. അതായത് പല ബാങ്കുകളിലുമുള്ള ഇപ്പോഴത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്കിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ ഒരു പലിശ നിരക്ക്. 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഏതൊരാൾക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല 55 മുതൽ 60 വയസ്സ് വരെയുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾക്കും ഇതിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റിട്ടയർമെന്റിന്റെ ബെനിഫിറ്റ് ലഭിച്ചതിന് ശേഷമുള്ള ഒരു മാസത്തിനുള്ളിൽ ആയിരിക്കണം. മാത്രമല്ല ഡിഫൻസിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള 50 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകൾക്കും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് തുടങ്ങാം. എന്നാൽ NRIകൾക്ക് ഈ ഒരു സ്കീം പ്രകാരം അക്കൗണ്ട് തുടങ്ങാൻ സാധ്യമല്ല. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അടക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക 1000 രൂപയും ഏറ്റവും കൂടിയ തുക 30 ലക്ഷം രൂപയുമാണ്. കൂടാതെ 1.5 ലക്ഷം രൂപ വരെ സെക്ഷൻ 80C പ്രകാരം ടാക്സ് ഡിഡക്ഷനും അർഹതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് ടാക്സബിൾ ആണ്. മാത്രമല്ല പ്രതിവർഷം കിട്ടുന്ന പലിശ 50,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ TDSഉം ആപ്ലിക്കബിൾ ആണ്. പ്രീ മെച്യൂർ വിഡ്രോൾ നടത്തുകയാണെങ്കിൽ, അതായത് അക്കൗണ്ടിന്റെ കാലാവധി മുമ്പേ പണം പിൻവലിക്കുകയാണെങ്കിൽ 1%, 1.5% പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ക്വാർട്ടർലി വരുന്ന ഇൻകം എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 മാസം കൂടുന്തോറും 2050 രൂപ ക്രെഡിറ്റ് ആവുന്നു. 5 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 മാസം കൂടുന്തോറും 10,250 രൂപ. 10 ലക്ഷമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 20,500 രൂപ ഓരോ 3 മാസത്തിലും ക്രെഡിറ്റ് ആവുന്നു. 15 ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന സമയത്ത് ഓരോ 3 മാസം കൂടുന്തോറും 30,750 രൂപ ക്രെഡിറ്റ് ആവുന്നു. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഏറ്റവും കൂടിയ അടക്കാൻ പറ്റുന്ന തുക 30 ലക്ഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 30 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ ഓരോ 3 മാസത്തിലും 61,500 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. 30 ലക്ഷമാണ് കൂടിയ തുക. 30 ലക്ഷം അടക്കുന്ന സമയത്ത് 61,500 രൂപ, അതായത് പ്രതിമാസം 20,500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന രീതിയിലാണ് ഇത് നടക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമാണ് മറ്റൊരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഇത് ഏകദേശം ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനോട് സമാനമുള്ള ഒന്നാണ്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ഇതിനൊരു പലിശ നിരക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 6.9% പലിശ ലഭിക്കുന്നത്. 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 7%, 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 7.1%, 5 വർഷത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ 7.5% പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്നും ലഭിക്കുന്നു. 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപിക്കാൻ പറ്റുന്ന തുക. എന്നാൽ മാക്സിമം എമൗണ്ടിന് യാതൊരു വിധത്തിലുള്ള ലിമിറ്റുമില്ല. ഇതിന്റെ പലിശ നിരക്ക് ഓരോ 3 മാസം കൂടുന്തോറും കോമ്പൗണ്ട് ചെയ്യുന്നു. ആനുവലി പ്രതിവർഷമാണ് ഇതിന്റെ പേ ഔട്ട്. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺ ഓരോ വർഷവുമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. നിങ്ങൾ 5 വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് സ്കീം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റും ലഭ്യമാണ്. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും പണം പിൻവലിക്കാൻ സാധ്യമല്ല. അതായത് പ്രീ മെച്യൂർ വിഡ്രോവൽ ആദ്യത്തെ 6 മാസം സാധ്യമല്ല. എന്നാൽ 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. പക്ഷേ ലഭിക്കുന്ന പലിശ വളരെ കുറവായിരിക്കും. റെഗുലർ ആയിട്ട് മന്ത്ലി ഇൻകം വേണ്ട, എനിക്ക് ഓരോ വർഷം കൂടുന്നതോറും ലംസം ആയിട്ട്, അതായത് വലിയൊരു തുക ഒരുമിച്ചാണ് വേണ്ടത് ഓരോ വർഷവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ച ഒരു ഡെപ്പോസിറ്റ് സ്കീം എന്ന് ഞാൻ പറയും. സോ പ്രധാനപ്പെട്ട 3 പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ, പ്രതിമാസം വരുമാനം തരുന്ന, 3 മാസം കൂടുന്നതോറും വരുമാനം തരുന്ന, പ്രതിവർഷം റിട്ടേൺ തരുന്ന 3 ഡിഫറെന്റ് പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് പ്രതിമാസമാണ് വരുമാനം വേണ്ടതെങ്കിൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ. 3 മാസം കൂടുന്തോറും, അതായത് ക്വാർട്ടർലി ഇൻകം ആണ് വേണ്ടതെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. പക്ഷേ സീനിയർ സിറ്റിസൺസിന് മാത്രമാണ് ഇതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള വരുമാനം വേണ്ടവർക്ക് അതാണ് മികച്ച ഓപ്ഷൻ. എന്നാൽ വർഷം തോറും ഒരു ലംസം എമൗണ്ട് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. സോ പോസ്റ്റ് ഓഫീസ് സ്കീമുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. ബോസ്വാല മലയാളം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.